റാഫി കരീമിലേക്കാണ്. റാഫി ഇപ്പോഴുള്ളത് കവിത തിയേറ്ററിലാണ്. നമുക്കറിയാം ഈ സിനിമയുടെ പ്രദർശനത്തിന് മുന്നോടിയായി ഏറെ ഒരുക്കങ്ങൾ നടത്തിയ എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട തിയേറ്ററാണ് കവിത. അവിടെ നിന്നാണ് റാഫി ചേരുന്നത്. റാഫി, ഷോ തുടങ്ങി ഏതാണ്ട് 9:15-നാണ് ഇത് അവസാനിക്കുന്നത്. അതിനുശേഷമേ അറിയൂ സിനിമയുടെ ഒരു റിസൾട്ട്, പ്രതികരണങ്ങളൊക്കെ അപ്പോഴേ അറിയൂ. എന്താണ് കവിത തിയേറ്ററിൽ നിന്ന് റാഫിക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ള വിവരങ്ങൾ? വിജയകുമാർ, ഷോ അവസാനിക്കുന്നത് 9:10-നാണ്. എന്നാൽ ഷോ അവസാനിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ എമ്പുരാൻ എല്ലാ തരത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ഷോ, ആദ്യ ഷോ 6 മണിക്ക് കവിതാ തിയേറ്ററിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. 6 മണിക്ക് ഈ ഷോ ആരംഭിച്ചപ്പോൾ ഇവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരുണ്ടായിരുന്നു, അഭിനേതാക്കളുണ്ടായിരുന്നു, നിർമ്മാണ പങ്കാളികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, സിനിമാ മേഖലയിലെ എല്ലാ ആളുകളും ഇന്ന് ഈ കവിതാ തിയേറ്ററിൽ അവർക്ക് എത്താൻ കഴിയുന്ന എല്ലാവരും തന്നെ ആദ്യ ഷോയ്ക്ക് വേണ്ടി കവിതാ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു. അത്രയ്ക്ക് വലിയ ഒരു പ്രമോഷൻ, അത്രയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ സിനിമാ മേഖല ഒന്നടങ്കം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആരാധകരും 4 വർഷത്തെ ഷെഡ്യൂളായിരുന്നു എമ്പുരാൻ ഉണ്ടായിരുന്നത്. 2019 ലൂസിഫർ റിലീസ് ചെയ്ത് ആ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ആയിരുന്നു എമ്പുരാൻ എന്ന 2ാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് പൃഥ്വിരാജ് നടത്തിയത്. അതിനുശേഷം ഈ 2ാം ഭാഗത്തിനായി വലിയ കാത്തിരിപ്പായിരുന്നു ഈ സിനിമാ മേഖല ഒന്നടങ്കം ആരാധകരും കാത്തിരുന്നത്. പിന്നീട് ഓരോ ഘട്ടത്തിലും ആ കാത്തിരിപ്പിന്റെ ഹൈപ്പ് കൂട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ അനൗൺസ്മെന്റുകളും, ഓരോ ക്യാരക്ടർ പോസ്റ്റുകളും, ഓരോ ഷെഡ്യൂളുകളും, ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും എല്ലാം തന്നെ പുറത്തുവിടുമ്പോൾ ആരാധകരുടെ ആവേശം വാനോളം ഉയരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഒടുവിൽ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് 3 മാസം മുൻപാണ്. ആ 3 മാസം മുൻപ് റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നത് മുതലുള്ള ഇങ്ങോട്ടുള്ള ഓരോ അനൗൺസ്മെന്റും ആരാധകർ വലിയ ആവേശത്തിൽ